ദൈവിക വാഗ്ദത്തങ്ങൾ എപ്പോഴും ഒരു ദൈവ പൈതലിന് ഉറപ്പും ധൈര്യവും ശക്തിയും നൽകുന്നതാണ്. പലപ്പോഴും ദൈവിക മറുപടിക്കായി വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ പല നാളുകൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. എന്നാൽ ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ തൻ്റെ ഭക്തന്മാരോട് നൽകിയിരിക്കുന്നത് ഒരിക്കലും അത് പാഴായി പോകത്തില്ല. ദൈവിക വാഗ്ദത്തങ്ങൾക്കായി നാം കാത്തിരുന്നാൽ ദൈവിക വാഗ്ദത്തങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ആയി തീരും എന്ന് മറക്കരുത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അതെ, ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഭ്രമിച്ചു പോകുന്ന ജീവിതത്തിൻ്റെ നിലവാരങ്ങളും നമ്മളിൽ എത്തപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭയപ്പെട്ടു പോകേണ്ട, ഭ്രമിച്ചു പോകേണ്ട, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ മാത്രമാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, വാഗ്ദത്തം ചെയ്തവൻ വാക്കു പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറിപ്പോകത്തില്ല. അതെ, ദൈവത്തിൽ വിശ്വസിച്ചുറച്ച് ദൈവികമാകുന്ന ചിന്തയിൽ ഓരോ ദിവസവും നാം മുൻപോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സും സാഹചര്യങ്ങളും അവസ്ഥകളും ചുറ്റുപാടുകളും ഒക്കെ നമ്മളെ നോക്കി പറഞ്ഞു എന്ന് വരാം, ഇതുകൊണ്ട് ഇവൻ തീർന്നുവെന്ന്. എന്നാൽ നീ തീർന്നു പോകുകയില്ല. ദൈവം നിനക്ക് വേണ്ടി കരുതും, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതെ, അബ്രഹാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ പ്രായാധിക്യമെത്തിയ സാഹചര്യം എത്തിയിട്ടും ദൈവിക വാഗ്ദത്തത്തിനായി താൻ കാത്തിരുന്നു. ഇങ്ങനെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവിക വാഗ്ദത്തങ്ങൾക്കായി കാത്തിരുന്നു. പരിണത ഫലം നാം പറയുമ്പോൾ അതവന് നീതിയായി കണക്കിട്ടു. എത്ര യാദൃച്ഛികമായി സംഭവിക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയെടുത്ത് ദൈവിക അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിനെ ദൈവം ലജ്ജിപ്പിച്ച് കളഞ്ഞില്ല. അതെ, യോശുവയെ ദൈവം ലജ്ജിപ്പിച്ച് കളഞ്ഞില്ല. അതെ, ഇന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ എത്തപ്പെട്ട് ദൈവവചനത്തിൽ ആശ്രയിച്ച് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ദൈവപൈതലെ, എന്നെയും നിങ്ങളെയും ദൈവം ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. കാരണം ദൈവിക വാഗ്ദത്തം ഇങ്ങനെ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.